ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു ബാങ്ക് എന്താണെന്നൊക്കെ അറിയാം. അപ്പോൾ നമുക്ക് ഒരു ബാങ്കറെ കുറിച്ച് അല്ലെങ്കിൽ ബാങ്കിനെ കുറിച്ച് കൂടുതലൊന്ന് അറിയാൻ ശ്രമിക്കാം. ഹൂ ഈസ് എ ബാങ്കർ? ആരാണ് ഒരു ബാങ്കർ? The person who performs the banking activities such as accepting of deposits, lending money, withdrawing facilities, exchanging of money is known as banker. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ബാങ്കിങ് ആക്ടിവിറ്റീസ് നടത്തുന്ന ഏതൊരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഒരു ബാങ്കറാണ്. ബാങ്കിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ തന്നെ പബ്ലിക്കിൻ്റെ നിന്ന് ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യുക, ഒരു ഇൻട്രസ്റ്റ് അവർക്ക് കൊടുത്തുകൊണ്ട്, അതേപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്ത മണി പബ്ലിക്കിന് ലെൻഡ് ചെയ്യുക, അവരുടെ നിന്നൊരു ഇൻട്രസ്റ്റ് മേടിച്ചുകൊണ്ട്, പിന്നെ അല്ലെങ്കിൽ ബാങ്കിങ് ഫെസിലിറ്റീസ്, അതായത് ക്രെഡിറ്റ് കാർഡ്, ചെക്സ്, ഈ ഒരു ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്ന ഏതൊരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷനെയും നമുക്ക് ബാങ്കർ എന്ന് വിളിക്കാൻ സാധിക്കും. Definition. The Banking Regulation Act 1949 defines the term banking company as any company which transacts the business of banking in India. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ഒരു ബാങ്കിങ് കമ്പനീനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ബാങ്കിങ് ബിസിനസ് നടത്തുന്ന ഏതൊരു കമ്പനിയെയും ബാങ്കിങ് കമ്പനി എന്ന് വിളിക്കാൻ സാധിക്കും. ഈ ഒരു ആക്ട് തന്നെ ബാങ്കിങ്ങിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: എക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഓഫ് മണി ഫ്രം പബ്ലിക്, റീപേയബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ് ആൻഡ് വിഡ്രോവബിൾ ബൈ ചെക്സ്, ഡ്രാഫ്റ്റ്, ഓർഡർ ഓർ അതർവൈസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പബ്ലിക്കിൻ്റെ നിന്ന് ഡെപ്പോസിറ്റ്സ് മേടിക്കുക, അവർക്കൊരു ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ട്, അതേ ഡെപ്പോസിറ്റ് തന്നെ പബ്ലിക്കിന് ലെൻഡ് ചെയ്യുക, അവരുടെ നിന്നൊരു ഇൻട്രസ്റ്റ് മേടിച്ചുകൊണ്ട്. ഈ മേടിച്ച ഡെപ്പോസിറ്റ്സ് റീപേയബിൾ ആയിരിക്കണം. അതായത് നമ്മൾ ആരുടെ അടുത്തു നിന്നാണോ ക്യാഷ് മേടിച്ച് അവർ ചോദിക്കുന്നത് നമുക്ക് റീപേ ചെയ്യാൻ പറ്റണം. അതൊരു അക്കൗണ്ട് അനുസരിച്ച് നമുക്കത് അതിൻ്റെ ടൈം പീരീഡൊക്കെ ഷെഡ്യൂൾ ചെയ്യാം. അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ്, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, അതായത് അക്കൗണ്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ ഒരു ആക്ട് തന്നെ ബാങ്കിങ് കമ്പനിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ദ ആക്ട് റിക്വയർസ് ദാറ്റ് എവറി ബാങ്കിങ് കമ്പനി ഷുഡ് യൂസ് as a part of its name the term bank, banker or banking company. ഒരു ബാങ്കിങ് കമ്പനി ബാങ്ക്, ബാങ്കർ അല്ലെങ്കിൽ ബാങ്കിങ് കമ്പനി എന്ന ഈ ടേം കൂടെ ചേർത്തിരിക്കണം. അതും ഈ ആക്ട് പറഞ്ഞിട്ടുണ്ട്. ഫീച്ചേഴ്സ് ഓഫ് എ ബാങ്കർ. ഒരു ബാങ്കർ അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഫീച്ചേഴ്സാണ്: അവർ മണി അല്ലെങ്കിൽ ക്യാഷ് റിലേറ്റഡ് കാര്യങ്ങളായിട്ട് വേണം മെയിനായിട്ടും ഡീൽ ചെയ്യാൻ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ബാങ്കിൻ്റെ ഫങ്ഷൻസ് മീറ്റ് ചെയ്യണം. അതായത് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യുക, അവർക്കൊരു ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ട് തന്നെ, അതേപോലെ തന്നെ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് ഡെപ്പോസിറ്റ്സ് ലെൻഡ് ചെയ്യുക. പിന്നെ പേയ്മെൻ്റായിട്ട് വിഡ്രോവൽ ഫങ്ഷൻസ്, അതായത് ഒരു ചെക്ക് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യുക, അല്ലെങ്കിൽ ആ തരം സർവീസാണ് പേയ്മെൻറ്റ് ആൻഡ് വിഡ്രോവൽ. പിന്നെ ഏജൻസി ആൻഡ് യൂട്ടിലിറ്റി സർവീസ് എന്ന് പറയുമ്പോൾ ക്യാഷ്, ക്രെഡിറ്റ് കാർഡ്, ആ സർവീസസൊക്കെ അതിൽപ്പെടും. പിന്നെ ബാങ്കിങ് സർവീസസൊക്കെ. ടു കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് എ ബാങ്ക് ദ ഫോളോയിങ് കണ്ടീഷൻസ് ഷുഡ് ബി ഫുൾഫിൽഡ്. ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഒരു ബാങ്കാണെന്ന് പറയണമെങ്കിൽ താഴെ പറയുന്ന കണ്ടീഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്തിരിക്കണം. ഈ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മെയിൻ ആക്ടിവിറ്റി ബാങ്കിങ് ആയിരിക്കണം. അതായത് ബാങ്കിങ് റിലേറ്റഡ് ആക്ടിവിറ്റി ആയിരിക്കണം ആ ഓർഗനൈസേഷൻ ചെയ്യേണ്ടത്. പിന്നെ പബ്ലിക്കിൻ്റെ നിന്ന് ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യണം. പിന്നെ ഈ മേടിച്ച ഡെപ്പോസിറ്റ്സ് പബ്ലിക്കിന് ഡിമാൻഡ് ചെയ്യുമ്പോൾ റീപേ ചെയ്യണം. പിന്നെ മേടിച്ച ഡെപ്പോസിറ്റ്സ് തന്നെ പബ്ലിക്കിലേക്ക് ലെൻഡ് ചെയ്യാൻ പറ്റും. അതായത് പബ്ലിക്കിൻ്റെ നിന്ന് തന്നെ ഒരു ഇൻട്രസ്റ്റ് മേടിച്ചുകൊണ്ട്. പിന്നെ ബാങ്കിൻ്റെ സബ്സിഡിയറി ആയിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യണം. അതായത് കളക്ഷൻ ഓഫ് ചെക്സ്, ഡ്രാഫ്റ്റ്, ബില്ല്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ഓൺ സെക്യൂരിറ്റീസ്, അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഓഫ് ഇൻഷുറൻസ് പ്രീമിയം, ആ രീതിയിലുള്ള സർവീസസ് എല്ലാം ബാങ്കിന് പ്രൊവൈഡ് ചെയ്യണം. ഈ ബാങ്കിങ് റിലേറ്റഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനായിരിക്കും നമ്മളൊരു ബാങ്കായിട്ട് കൺസിഡർ ചെയ്യുക. ഇതൊക്കെയാണ് ബാങ്ക് അല്ലെങ്കിൽ ബാങ്കറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ. താങ്ക് യു.